കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ഗ്ലോബലായിട്ട് സോഷ്യൽ മീഡിയയിൽ അത് കഴിഞ്ഞ് ഏകദേശം 2-3 മണിക്കൂറായിട്ട് ഗ്ലോബലായിട്ട് ഡെയിലി അതിനകത്തും വരുന്ന ഒരു വലിയ വാർത്തയാണ് അമേരിക്കയിലുള്ള H1B വിസ ഹോൾഡേഴ്സ് അതിൽ 80 മുതൽ 90%, അതായത് അവരൊക്കെ ഇവിടെ ജോലി ചെയ്യുന്നവരും അതിൻ്റെ റിന്യൂ ചെയ്യുന്ന പല ആൾക്കാരെ പറ്റിയാണ് വളരെ വർഷങ്ങളായിട്ട്. ഇതിൽ 90% ഫേക്കാണ്, ഫ്രോഡാണ്. അതിനെപ്പറ്റി ടെക്സാസ് സ്റ്റേറ്റാണ് അമേരിക്കയിലെ വളരെ റിച്ച് ആയിട്ടുള്ള സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റ് ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ അവിടുത്തെ അറ്റോർണി ജനറൽ, അതായത് അവിടുത്തെ ജസ്റ്റിസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് അറ്റോർണിയുമായിട്ട് പറയുന്നത്. അതിനെ പ്രത്യേകത രീതിയിൽ ചുമതലപ്പെടുന്നതിന് സമയം അത് ഏകദേശം 2 മാസം 3 മാസമായി ഇതിന് അന്വേഷണം നടക്കുന്നു. ഇനി ഒരു സീൻ നിങ്ങൾ കാണുക ടെക്സാസിൽ. Let's go! Let's go. ഇന്ത്യയുടെ ഫ്ലാഗ്, അതായത് ഇന്ത്യൻ പതാക വലിച്ചു കീറുകയാണ്. ഇത് കാണുമ്പോൾ ഒരു ഇന്ത്യക്കാരനായി എനിക്ക് നിങ്ങൾക്ക് എത്രമാത്രം ദുഃഖം തോന്നുന്നു. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്തിൻ്റെയാണ് ഈ റിയാക്ഷൻ? H1B വിസ എന്ന് പറയുന്ന ഇഷ്യൂ ഇത്രമാത്രം ഉയരാൻ കാരണം എന്താണ്? എന്താണ് ഇന്ത്യക്കാരോട് അമേരിക്കക്കാരന് ഇത്രമാത്രം വെറുപ്പുണ്ടാകാൻ കാരണം? ഇതാണ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലെ ഈ അമേരിക്കൻ ആളുകളും അവിടുത്തെ റെസിഡൻറ്റ്, അവിടെ താമസിക്കുന്നവർ ഇന്ത്യക്കാരോട് പ്രത്യേകിച്ച് കാണിക്കുന്ന നിങ്ങൾ കേട്ട് കാണും പല വീഡിയോ. ഇന്ത്യക്കാരനെ ടെക്കിയോട് വിളിച്ചിട്ട്, അതായത് പാർക്കിംഗ് ഏരിയ വിളിച്ചിട്ട്, ഇത് ഇന്ത്യക്കാരനാണോ, നീ എന്തൊരു ഇവിടെ നിൽക്കുന്നതിന് തിരിച്ചു പോകൂ. ഇത് അവിടെ വ്യാപകമാവുകയാണ് അമേരിക്കയിൽ, പ്രത്യേകിച്ച് റിപ്പബ്ലിക്കൻ സ്റ്റേറ്റുകൾ. മനസ്സിലാക്കുക, ടെക്സാസ് എന്ന് പറയുന്ന ഒരു റിപ്പബ്ലിക്കൻ സ്റ്റേറ്റാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പാർട്ടിക്ക് വലിയ ആധിപത്യമുള്ള ഒരു ഹാർഡ് കോർ ക്രിസ്ത്യൻ സ്റ്റേറ്റ് കൂടിയാണ്. അടുത്ത പോയിന്റ് മനസ്സിലാക്കേണ്ടത്, ടെക്സാസിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് അമേരിക്കൻസ്, വളരെ റിച്ചാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മിഷണറിമാരെ ഫണ്ട് ചെയ്യുന്നതും ലോകത്തെ ഏറ്റവും കൂടുതൽ അമേരിക്കൻസ് വിവിധ രാജ്യങ്ങളിൽ ഗ്ലോബലായിട്ട് ഗോസ്പൽ പ്രീച്ചിങ്ങിന് പോകുന്ന സ്റ്റേറ്റും ടെക്സാസാണ്. അടുത്ത ചോദ്യം, ഈ പറയുന്ന H1B വിസയുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണോ ഇത്രമാത്രം കത്താനുണ്ടായ കാര്യം? അതായത് അമേരിക്കയുടെ ഫോക്സ് ചാനലിനാണ് ഇതിൻ്റെ വാർത്ത എക്സ്ക്ലൂസീവായിട്ട് ഗ്ലോബലായിട്ട് പറയുന്നത്. അതായത് ഹിമാചലിലൊരു യൂണിവേഴ്സിറ്റി, അവിടുന്ന് ഏതാണ്ട് ഭാരതി യൂണിവേഴ്സിറ്റി 36,000 ഫേക്ക് സർട്ടിഫിക്കറ്റ്, അതായത് ഡിഗ്രി ഗ്രാജുവേറ്റ്, അതായത് എൻജിനീയറിംഗ് ഗ്രാജുവേറ്റിൻ്റെ ഫേക്ക് സർട്ടിഫിക്കറ്റ് അവർ ആ യൂണിവേഴ്സിറ്റി മാത്രം അടിച്ച് പുറത്തിട്ടേക്കുക. അതും കൊണ്ടൊക്കെയാണ് ഇവർ അമേരിക്കയിൽ പലയിടത്തും പല തട്ടിപ്പ് കമ്പനികളുമായിട്ട് പോകുന്നത്. ഹൈദരാബാദിൽ അമീർപേട്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അപ്പോൾ അവിടെ ഒരു സംഭവമുണ്ട്, ഒരു ഏജൻസി ഉണ്ട്. അവർക്ക് ഇത്ര ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ അക്കൗണ്ടിൽ ഇത്ര രൂപ കാണിക്കും, ഇത്ര നാളത്തെ സർട്ടിഫിക്കറ്റ് കൊടുക്കും, ജാവ ഇതെന്നും പറഞ്ഞ ടെക്കിയായിട്ട് ഈ സംഭവങ്ങൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അവിടെ തന്നെ അവർ അമേരിക്കയിൽ ഒരു പേരിനൊരു കമ്പനിയുണ്ട്. എങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്യുന്നതെന്ന് പറയാം. എങ്ങനെയാണ് ഈ ഫേക്ക് H1B വിസ ഉണ്ടാക്കുന്നത്? പേരിനൊരു കമ്പനി ഏതെങ്കിലും ഭാഗത്ത് അമേരിക്കയിൽ കാണും. അയാൾ ഒരു ഡോർമെട്രി എടുത്തിട്ടുണ്ടായിരിക്കും. ഇത് വന്ന വീഡിയോയിലാണ് ഇത് പറയുന്നത്. അപ്പോൾ ഇയാൾ ഈ പറയുന്ന അമേരിക്കയിൽ ടെക്കിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കമ്പനിയിൽ അവർക്ക് പണം കൊടുത്തിട്ട് ഇതേപോലെയുള്ള H1B വിസ ഉണ്ടാക്കും. അപ്പോൾ അതുണ്ടാക്കിയ ശേഷം ഇന്ത്യയിൽ നിന്നും ഇതേപോലെ അങ്ങോട്ട് പോകേണ്ടവരെ പണം മേടിച്ചിട്ട് ഇവർക്ക് പണം കൊടുക്കുന്നു. എന്നിട്ട് അവരവിടെ പോയിട്ട് ഈ ചെറിയ അതും ഇതൊക്കെ ജോലി ചെയ്തിട്ട് ഇതേപോലെയുള്ള പഠനങ്ങളൊക്കെ നടത്തും. അവിടെ ഇവിടെയൊക്കെ പോയി സംഭവങ്ങളൊക്കെ പഠിച്ചിട്ട് ഗ്രാജുവലായിട്ട് H1B വിസ ഹോൾഡേഴ്സായിട്ട് ജോലിയും പരിപാടിയും മറ്റുള്ള പരിപാടികളും സംഭവമായിട്ട് അങ്ങ് പോകും. ഇതാണ് കംപ്ലീറ്റ് ആയിട്ട് പിടിച്ചത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ വിസ കൊടുക്കുന്ന അമേരിക്കൻ കോൺസുലേറ്റിനാണ്, അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനാണെങ്കിലും അവർക്കിതൊക്കെ അറിയാം. ഈ സംഭവം ഇത്രമാത്രം സംഭവം നടക്കുന്നുണ്ട്, ഇത്രമാത്രം പേര് ഇന്ത്യക്കാരവിടെ വന്ന് ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും നാളിത് പോയതിൻ്റെ കാര്യം, അതിലോട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ഇന്ത്യ അമേരിക്ക ബന്ധം നല്ലതായിരുന്നു. അതായത് മോദിയും ട്രംപും ആണെങ്കിലും മോദിയും ബൈഡനുമായിട്ടാണെങ്കിലും നല്ല റിലേഷൻഷിപ്പിലാണ് ഇന്ത്യ പോയിക്കൊണ്ടിരുന്നത്.
അതിൻ്റെ പേരിൽ ഇഷ്ടം പോലെ ആൾക്കാർ ഇതേപോലെ ഫേക്കും ഫ്രോഡുമായിട്ടുള്ള ആൾക്കാർ അമേരിക്കയെ പോയി ജോലി ചെയ്യുന്നു. ഇന്ത്യയിലേത് ബുദ്ധമാണ് ജോലിയുള്ളത്. പണം കൊടുക്കുന്നു. കാരണം ഓരോ ഇന്ത്യക്കാരൻ ചെറുപ്പക്കാർക്കും അമേരിക്കൻ ഡ്രീമുണ്ട്. അതിൻ്റെ പേരിൽ അമേരിക്കയിൽ പോകുന്നു, ജോലി ചെയ്യുന്നു. അത് അമേരിക്കൻ അഡ്മിനിസ്ട്രേഷൻ, അമേരിക്കൻ എല്ലാ ആളുകൾക്ക്, ഏജൻസികൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാം. ഇപ്പോഴിത് പൊങ്ങാനുണ്ടായ കാര്യം എന്താണ്? അതിലോട്ടാണ് കാര്യങ്ങൾ വരുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഫ്ലാഗ് വലിച്ചു കീറുന്നത്? എന്തുകൊണ്ടാണ് ഗുജറാത്തികളുടെ ഹോട്ടലുകൾ അവിടെ പോയിട്ട് അമേരിക്കൻസ് അവിടെ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് അവിടെ ലക്ഷ്മിയുടെ ഫോട്ടോയുണ്ട്, ഗണേശൻ്റെ ഫോട്ടോയുണ്ട്, ചെറിയ ചെറിയ സംഭവം റിസപ്ഷനിൽ, അതെല്ലാം എടുത്ത് ദൂരെ കളയുകയാണ്. എന്നിട്ട് അവരെ പച്ച തെറി വിളിക്കുകയാണ്, തിരിച്ച് ഇന്ത്യയിലോട്ട് പോയിക്കോളാൻ. നേരത്തെ ഉണ്ടായിരുന്നു. ഇവർക്കൊന്നും അവരാരും പ്രശ്നമേ ആക്കിയിട്ടില്ല. ഇപ്പോഴെന്താ ഈ പ്രശ്നം ഉണ്ടാകാനുണ്ടായ കാരണം? സംഘപരിവാറും മൊണ്ണകളും മനസ്സിലാക്കണം എന്താണ് ഇപ്പോഴും ഉണ്ടാകാൻ കാരണം. എത്രയോ വർഷമായിട്ട് ഗുജറാത്തികളോട് ഹോട്ടൽസും മോട്ടൽസും നടക്കുന്ന റെസ്റ്റോറൻറ്റ് നടത്തുന്നു അമേരിക്കൻ ഹൈവേയിൽ. അപ്പോഴൊന്നും ഈ പ്രശ്നമില്ലായിരുന്നു. നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ ഈ കഴിഞ്ഞ 10, 20 അല്ലെങ്കിൽ 30 കൊല്ലമായിട്ട് ഇന്ത്യയുടെ ഒരു ഫ്ലാഗ് അമേരിക്കൻസ് വലിച്ചു കീറി? എന്നിട്ട് അവസാനം ഇത് ജീസസ് എന്നാണ് പറയുന്നത്. മുഴുവൻ ഇന്ത്യക്കാരോട് എന്തുവാ പ്രശ്നം? എന്തുവാണ് അമേരിക്കൻസിന് ഇന്ത്യയുടെ പ്രശ്നം? ഇതാണ് ബേസിക്കലി സംഘപരിവാറുകാരനും ഈ പറയുന്ന BJPയും RSSകാരനും മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് അമേരിക്കൻസ് ഇത്ര വെറുപ്പ് ഇന്ത്യക്കാരോട് തുടങ്ങിയത്? എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരോട് ഗോ ബാക്ക് എന്ന് പറയാൻ തുടങ്ങിയത്? എന്തുകൊണ്ടാണ് ഇന്ത്യക്കാരെ ഇന്ത്യൻ ടെക്കീസ് പല കമ്പനികളിലും പലതും ടെസ്റ്റ് ചെയ്യാൻ പുറത്തു പോകുന്നില്ല പേടിച്ചിട്ട്? എന്തുകൊണ്ടാണ് ഇതുണ്ടായത്? ഇതാണ് ഞാൻ പല ആൾക്കാരോടും ചോദിച്ചത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നം ഇത്ര തീവ്രമായിട്ട് ഇന്ത്യക്കാരെ അറ്റാക്ക് ചെയ്യുന്നത്? എന്താണ് ഈ പ്രശ്നം? ഒറ്റ പ്രശ്നമേ ഉള്ളൂ. ഈ ഛത്തീസ്ഗഡിൽ അവിടെയൊക്കെ ക്രിസ്ത്യാനികളെ കയറി അറ്റാക്ക് ചെയ്യുന്നു. അവിടെ ഈ പറയുന്ന ട്രൈബൽ ക്രിസ്ത്യാനികൾക്ക് നിങ്ങൾ വെള്ളം കൊടുക്കുന്നില്ല, പഞ്ചായത്ത് ബഹിഷ്കരിക്കുന്നു. അവിടെ ട്രൈബൽ ക്രിസ്ത്യാനികളുടെ തെണ്ടൂപ്പത്ത, അവിടെ പഞ്ചായത്ത് BJP ഭരിക്കുന്ന പഞ്ചായത്തിൽ അവരുടെ തെണ്ടൂപ്പത്ത നിങ്ങൾ മേടിക്കുന്നില്ല. അവരുടെ പള്ളികൾ പോയി അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് ഈ പറയുന്ന സംഘപരിവാർ തന്നെ അത് വീഡിയോ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. പോലീസിന്റെ സഹായത്തോടെ ഈ പാവം പിടിച്ചവനെ കയറി അറ്റാക്ക് ചെയ്യുന്നു. ഇത് അമേരിക്കക്കാരന് ഇഷ്ടമല്ല. അതതിൻ്റെ കാര്യം. ചാണകത്തലയല്ല അവൻ അത്ര മോശമൊന്നും അല്ല. അവനത് ഇഷ്ടപ്പെടുന്നില്ല. കാരണം ഞാനും നീ ഇന്ത്യക്കാരൻ അവിടെ പോയി ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു, അവനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ തിരിച്ച് ഇവിടെ ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യുന്നു. അവനോട് ഇന്ത്യക്കാരോട് പുറകെ തിരിച്ചു പോവുക. നിന്റെ അല്ല ഇന്ത്യ, ഇവിടെ വന്നൊരു കോപ്പും കാണിക്കണ്ട. ഇതേ ഉള്ളൂ സംഭവം. സിമ്പിളായത്. അതിനവിടെ റിയാക്ഷൻ കൊടുക്കുകയാണ്. അതാണ് ഉണ്ടാകുന്നത്. ഇതാണ് ഇത് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ കിട്ടുക. അവിടെ ഷുഗർലാൻഡ് ടെക്സാസിൽ, അതായത് ലോകത്തെ ഏറ്റവും വലിയ ഉയരം കൂടിയ ഹനുമാൻ പ്രതിമ, അതുപോലും മാറ്റാൻ പറഞ്ഞേക്കുവാണ്. ഇന്ത്യക്കാർ താമസിക്കുന്ന കോളനികളിൽ പോലും അവർ പൊട്ടൻഷ്യലായിട്ട് അവിടെയുള്ള താമസക്കാരെ ത്രട്ട് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു ഇന്ത്യക്കാരനെ അവർ ഹിന്ദു ആയിട്ടാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് ക്രിസ്ത്യാനിയായിട്ട് മുസ്ലിമായിട്ടൊന്നും കാണുന്നത്. അവരെല്ലാം കൂടുതൽ ഹിന്ദുക്കളെന്ന ധാരണയാണ് അവർക്കുള്ളത്. ഈ പാവം പിടിച്ച മലയാളി ഉൾപ്പെടെ അവിടെ സഫർ ചെയ്യുകയാണ് ഇപ്പോഴ്. ഇതാണ് വേണ്ടാത്തടുത്ത് പോയി ചൊറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതേപോലെ ഒരു അടി കിട്ടുമെന്ന് ഈ പറയുന്ന RSSും BJPയും ബജറാങ് ദളും ജീവിതത്തിൽ ചിന്തിച്ച് കാണത്തില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ലിബറലാണ്. ട്രംപും വലിയ ലിബറലാണ് പറയുന്നത്. മനസ്സിലാക്കുക, അമേരിക്കയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ഫൗണ്ടേഷനാണ്. അവർ ആ കാര്യത്തിൽ ഇസ്രായേലിനോട് പോലും ഒരു കാരണവശാലും അവർ ഫെയർ ആയിട്ട് ഡീൽ ചെയ്യത്തില്ല, അൺഫെയർ ആയിട്ട് ഡീൽ ചെയ്യത്തുള്ളൂ. കാരണം ജെറുസലേമിൽ അവിടെ ക്രിസ്ത്യാനികളെ, അവിടെ ഒരു ജൂയിഷ് കമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ പട്ടാളക്കാർ ലെബനനിൽ പോയിട്ട് അറ്റാക്ക് ചെയ്ത് അമേരിക്ക അത് വെറുതെ വിട്ടില്ല. അമേരിക്ക ബെഞ്ചമിൻ നെതന്യാഹുവിന് ത്രട്ട് കൊടുത്തു, ആൾക്കാരെ അറസ്റ്റ് ചെയ്തോണം, നടപടി എടുത്തോണം. അമേരിക്കയുടെ ഒരു സ്റ്റേറ്റ് എന്നാണ് ഇസ്രായേലിനെ പറയുന്നത്. ഇതാണ് അമേരിക്കയുടെ സ്റ്റാൻഡ് എന്ന് പറയുന്നത്. അവർ ഇസ്രായേലിനെ വെറുതെ വിടുന്നില്ല. എന്നിട്ട് ഈ ഡൂക്ലി ഇന്ത്യയെ വെറുതെ വിടുവോ? ഈ മോദിയെ വെറുതെ വിടുവോ?
ഇതാണ് ഇഷ്യൂ. ഇതിനാണ് സൊല്യൂഷൻ ഉണ്ടാക്കേണ്ടത്. ഇതാണ് എല്ലാ തലത്തിലും ഇന്ത്യയെ ബാധിക്കുന്നു എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ക്രിസ്ത്യാനികളെ അറ്റാക്ക് ചെയ്യുന്നത് അമേരിക്കൻ ഗവൺമെൻറ്റും അഡ്മിനിസ്ട്രേഷനും അവിടെയുള്ള ക്രിസ്ത്യൻസ്. അത് വളരെ 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 സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ കാര്യം. ഇവിടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ സംഘപരിവാർ കാണിക്കുന്ന ഓരോ പേക്കൂത്തുകളും അവരതിന് കൃത്യമായിട്ട് മറുപടി തരും. ഇത് അമേരിക്കയിൽ ഇതുണ്ടായി, നിങ്ങൾ മനസ്സിലാക്കുക. നാളെ ഇത് കാനഡയിലുണ്ടാകും, ഇതേപോലെ ഉണ്ടാകും. അവരും മോശമൊന്നുമല്ല. ഇത് അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് ഓസ്ട്രേലിയയിലുണ്ടാകും, ഉറപ്പായിട്ടും ഉണ്ടാകും. അത് കഴിഞ്ഞത് ന്യൂസിലാൻഡിലുണ്ടാകും, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടാകും. അതായത് 9/11 നമ്മൾ ചരിത്രം എടുക്കുക. 9/11 കഴിഞ്ഞ ശേഷം അമേരിക്കയിൽ അവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പാടായിരുന്നു. കൃത്യമാണത്, ചരിത്രപരമായ കാര്യമാണ്. വലിയ സമയമൊന്നും ആയിട്ടില്ല. മുസ്ലിം സ്ത്രീകൾ പോലും ഈ പർദ്ദയും നിക്കാബും പുല്ലും എല്ലാം വലിച്ചെറിഞ്ഞു. അവർ തൊപ്പിയും താടിയും ഒക്കെ എടുത്ത് ഊരെ കളഞ്ഞു. എവിടെ കണ്ടാലും അടി കൊടുക്കാന്ന് കാര്യം. അത്ര പ്രശ്നമായി അവർക്ക്. കാരണം ഇസ്ലാമിക വേൾഡും അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. ഇതൊരു ഇഷ്യൂ തന്നെയാണ്. അതിനുശേഷമാണ് നിങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷമാണ് ഗ്ലോബലി ഇസ്ലാമിനെതിരെ ലോകരാജ്യങ്ങളെല്ലാം തിരിയുന്നത്. 9/11 ഇഷ്യൂ. പിന്നീട് എന്താ ഉണ്ടായത്? ഒറ്റപ്പെടുത്തി കളഞ്ഞല്ലോ ഗ്ലോബലായിട്ട്. അതിൽ ഒന്നും അറിയാത്ത, ഒന്നിലിടപെടാത്ത എല്ലാ മുസ്ലിങ്ങളും സഫർ ചെയ്യേണ്ടി വന്നു. ഇത് തിരിഞ്ഞിരിക്കുന്ന ഹിന്ദുക്കൾക്കെതിരെയാണ്. ഹിന്ദുക്കൾ ഇന്ത്യക്കാർക്കെതിരെയാണ് തിരിയുന്നത്. ഇതിനകത്ത് എല്ലാ ഇന്ത്യക്കാരും പേ ബാക്ക്, അതായത് അവർ വില കൊടുക്കാൻ പോവുകയാണ്. അവിടെയാണ് മോദി ഗവൺമെൻറ് ശക്തമായി ഇടപെട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ ചില ആൾക്കാർ പറയുന്നത് ഈ ഏതോ പ്രാന്തന്മാർ ഇത് ചെയ്യുന്നു, അത് ചെയ്യും. അതല്ല ഉത്തരം. തെറ്റ് കാണിച്ചവനെ ശിക്ഷിക്കുക തന്നെ ചെയ്യണം. അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ത്യക്കാർക്ക് ഗ്ലോബലായിട്ട് അവിടെ ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല, ഗ്ലോബലായിട്ട് ജോലി ചെയ്യാൻ പറ്റത്തില്ല. ഇന്ത്യൻ ഡയസ്പോറ പൊളിഞ്ഞ് നാശമായി പോകും. ഈ പറയുന്ന H1B മോദിക്ക് വേണ്ടി അമേരിക്കൻ ടൂറുകളൊക്കെ ഭയങ്കര സംഭവമാക്കി ഹൗഡി മോദി എന്നൊക്കെ പറഞ്ഞ് ഹൂസ്റ്റൺ ലെവലിൽ പരിപാടികളൊക്കെ നടത്തിയത്. അവൻ്റെ ഒക്കെ ലൈഫ് പോവുകയാണ്. ഇന്ത്യയിലുണ്ടായ ഈ പ്രശ്നം അതവിടെ ഇതേപോലെ ഇത്രമാത്രം റിഫ്ലക്റ്റ് ചെയ്യുമെന്ന് അതിന് യാതൊരു ആൻറ്റിസിപ്പേഷനും BJPക്കോ മോദി ഗവൺമെൻറ്റോ ഉണ്ടായിട്ടില്ല. ഇപ്പോഴാണ് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ കാര്യങ്ങൾ കൃത്യമാകുന്നത്. പിന്നെ ഇന്ത്യയിലെ ഫ്രോഡ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം, ഞാനൊരു BJPയുടെ ഒരു പഴയ മുൻ മന്ത്രി, അദ്ദേഹം BJPയുടെ MP ആയി, അദ്ദേഹത്തോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എങ്ങനെ പറയാൻ പറ്റും ഇന്ത്യയിലെ വിദ്യാർത്ഥികളോട് ഇതേപോലെ ഫ്രോഡും ഫേക്കും സംഭവങ്ങളും കാണിക്കരുതെന്ന്. അയാൾ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. കാരണം അയാളൊരു സീനിയർ ലോയർ. അദ്ദേഹം പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം, ഇന്ത്യൻ പ്രധാനമന്ത്രി ഫേക്ക് സർട്ടിഫിക്കറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഫേക്ക് സർട്ടിഫിക്കറ്റും ഫേക്ക് ഡിഗ്രിയുടെ അതിൻ്റെ ഉപജ്ഞാതാവെന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. അപ്പം ഉറപ്പായിട്ട് എന്ത് മെസ്സേജാണ് ഇതേപോലെ ഫ്രോഡ് പരിപാടികൾ കാണിക്കുന്നവർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ത്യൻ ക്യാബിനറ്റും കൊടുക്കുന്ന മെസ്സേജ് എന്തുവാ? ഇതേപോലെയുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ കൂടും. ഇന്ത്യയുടെ ചേംബേഴ്സ് ഓഫ് ലോയേഴ്സിൻ്റെ പേര് ബാർ കൗൺസിൽ, വലിയൊരു അസോസിയേഷൻ, അയാൾ പറയുന്നത് എന്തുവാ? ഏകദേശം 65% ഇന്ത്യയുടെ ലോയേഴ്സ് ഫേക്ക് ഡിഗ്രിയാണ്. ഇന്ത്യയിൽ അത്രമാത്രം കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് കൂടിയിരിക്കുന്നത്. അതായത് ഈ പറയുന്ന പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അങ്ങ് പെരുകയാണ്, അതിൻ്റെ അകത്ത് പിള്ളേരൊന്നുമില്ല. അപ്പോൾ ഇതേപോലെയുള്ള പണം കൊടുത്ത ആൾക്കാരെ ഈ ഫേക്ക് ഡിഗ്രി കൊടുത്താണ് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. ഇതേപോലെ ഏജൻറ്റുകളെ വെച്ച് അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലോട്ടും കുട്ടികളെ കടത്തുക, പണം ഉണ്ടാക്കുക. ഇതിന് വലിയ റാക്കറ്റും ബിസിനസ്സുമാണ്. ഇത് പൊളിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ ജയിക്കുന്ന ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിലും അതേപോലെ MBBSന് എഞ്ചിനീയറിംഗ് നല്ല യൂണിവേഴ്സിറ്റികൾ IITയിലും ജയിക്കുന്ന കുട്ടികളുടെ അവരുടെ മാർക്ക് ഷീറ്റും അവരുടെ സർട്ടിഫിക്കറ്റും ഈ ഒരൊറ്റ ഇഷ്യൂവിൻ്റെ പേരിൽ ഗ്ലോബല് അതിന് ക്വസ്റ്റ്യൻ മാർക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് മോദി ഗവൺമെൻറ് പെട്ടുപോയൊരു സംഭവം. അത് കഴിഞ്ഞ് നീറ്റ് എക്സാം, CBSE, ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നു, സ്കാമുകൾ പുറത്തു വരുന്നു. എന്ത് മെസ്സേജാണ് ലോകത്തിന് കൊടുത്തത്? ഇന്ത്യക്കാർ നല്ല എഡ്യൂക്കേറ്റഡാണ്, ഇന്ത്യൻ അർബൻ ക്ലാസ്. പക്ഷേ ഇപ്പോഴുണ്ടായിരിക്കുന്ന
പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരൻ്റെ ഇൻഡിവിജ്വാലിറ്റി, അവൻ്റെ എല്ലാ റെസ്പെക്റ്റിനെയും ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിലേക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയും BJP കേന്ദ്ര ഗവൺമെൻറ്റും നയിച്ചിരിക്കുന്നത്. പൂർണ്ണ കാരണം മോദി ഗവൺമെൻറ് തന്നെയാണ്. H1B വിസ കാര്യമാണെങ്കിൽ ഇതേപോലെ ഫേക്ക് സർട്ടിഫിക്കറ്റും ഫേക്ക് യൂണിവേഴ്സിറ്റി, ഇതേപോലെ ഏജൻറ്റുമാർ ഗ്ലോബലി ഇന്ത്യൻ കുട്ടികൾക്ക് വേണ്ടി ഫേക്ക് സാധനങ്ങൾ ഉണ്ടാക്കി, അതായത് ആളുകളെ കയറ്റി വിടുന്നു. ഇത് ആരാണിത് കൺട്രോൾ ചെയ്യേണ്ടത്? ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, അതായത് നമുക്കൊരു പഴയ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ സിസ്റ്റം നല്ല പോലാണ് പോയിക്കൊണ്ടിരുന്നത്. ആ സിസ്റ്റത്തെ ഉടച്ചു വാർക്കാൻ വേണ്ടി മോദി ഗവൺമെൻറ് ചെയ്ത പല പരിപാടികളുണ്ട്. അതിനകത്ത് മുഴുവന് സംഘപരിവാറിൻ്റെയും RSSൻ്റെ ആൾക്കാരെ കൊണ്ടങ്ങ് നിറച്ചു. ഹൈലി കറപ്റ്റഡായിട്ട് ചെറുതും വലുതായിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാരും ഈ പറയുന്ന ലോക്കൽ നേതാക്കളും മുഴുവനും ഇതിനകത്തങ്ങ് കയറി ഈ സിസ്റ്റത്തെ മുഴുവനും നശിപ്പിച്ചു. ഇതാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ആ സിസ്റ്റം മുഴുവൻ ഒന്നടങ്കം തകർന്നു പോയത്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി ഒരു BJP നേതാവ് പേഴ്സണലി പറഞ്ഞത്, ഈ മനുഷ്യൻ ആരെയും പഠിപ്പിക്കാനും സ്വന്തമായിട്ടൊന്നും പഠിക്കുകയില്ല, ആരെയും പഠിപ്പിക്കാനും സമ്മതിക്കില്ല. ഈ മനുഷ്യൻ ഇന്ത്യയെ നശിപ്പിക്കുമെന്ന് തന്നെയാണ് ഏകദേശം 80 വയസ്സുള്ള പഴയ ജനസംഘിൻ്റെ നേതാവ് ഇന്ന് രാവിലെ നടക്കാൻ പോയപ്പോൾ പേഴ്സണലായിട്ട് പറഞ്ഞൊരു പോയിൻ്റാണ്. അത് തന്നെയാണ് ഇന്ത്യയിൽ ഇന്ന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്.